ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ബിയർ അങ്ങനെ കളിക്കാൻ പോകണം. നമ്മളപ്പോൾ നമുക്ക് റാൻഡമായി കിട്ടിയ ഒരു മലയാളി ഉണ്ട് കേട്ടോ ഗായ്സ്. നമ്മൾ പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ള ചെറിയൊരു ഡീൽ ഉണ്ടാവും കേട്ടോ ഗായ്സ്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ പഠിക്കണുള്ളൂ. ഞങ്ങൾ പിക്കിങ് കണ്ടാറാണ്. ഇപ്പോൾ മാപ്പ് കൊടുത്തിട്ടുണ്ട്, നേരെ പിക്ക് കിട്ടാം. പിന്നെ നമ്മൾ ടീമായിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ റെക്കോർഡ് ആവില്ല കേട്ടോ. പിന്നെ ഞാനും അവനൊക്കെ വെറുതെ കിടന്ന് സംസാരിക്കുന്നുണ്ട്. മൈക്ക് ഓഫാ, എൻ്റെ അപ്പുറത്താണ് ഇരിക്കണം. അവൻ വെറുതെ കളിക്കുമ്പോൾ ഗ്രാൻഡ് മൈക്ക് കിട്ടി. അവൻ കളിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ അടുത്തുനിന്ന് ഞങ്ങൾ ലൂട്ടെടുത്ത് നേരെ പരാഫൽ കിട്ടി. നേരെ ഞാൻ പോയി ഇപ്പോൾ കയറിയപ്പോൾ ഒരു ബാക്ടണും കിട്ടി. നോക്കുമ്പോൾ ഓർത്തരാ ചാടി എറിഞ്ഞു എന്നെ അടിക്കാൻ. എനിക്ക് അടിയായിരുന്നു അവൻ. ഞാനെന്നാ എങ്ങനെയെങ്കിലും കുത്തിപ്പിടിച്ച് നോക്കണം നോക്കിയിട്ടപ്പോൾ ആരെന്നെ സ്നേപ്പർ വേസ്കിട്ട് അടിച്ച്. അവൻ്റെ അടിക്കാൻ പറ്റില്ല, വെറുതെ തുണക്കാൻ പോയി. അറിയാണ്ട് ബാക്കിൻ്റെ പരാക്കളെടുത്ത് അടിച്ചു. ആരെങ്കിലും ചാവും ഞാൻ. പിന്നെ ഇത്തിരി ഡിലേ ഉണ്ടാവും. പിന്നെ ഞാൻ പറയട്ടെ, എനിക്കിപ്പോൾ ഞാൻ എക്കണോമിക്കിൻ്റെ കുറച്ച് ദിവസമല്ല 2-3 മാസമായിട്ടുള്ള. പക്ഷേ ഞാനിപ്പുറത്ത് വീഡിയോ ഒന്നും ഇടാറില്ല. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു 100 സബ്സ്ക്രൈബ് കിട്ടിയാലില്ലേ ഞങ്ങൾക്ക് ഗീവ് അവേ വരാം. 100 സബ്സ്ക്രൈബ് കിട്ടണം. പിന്നെ എനിക്ക് ലൈക്ക് തരണം, പിന്നെ കമൻറ്റ് തരണം. സീക്കോ കിങ് എന്ന് ഇടണം. ഇപ്പം എല്ലാവരും പടായിട്ടാ. അവസാനം വില്ലൻ മാത്രമല്ല, ഇവൻ്റെ അത് പങ്കാളിയും പയ്യ. എൻ്റെ ഇപ്പോൾ ക്യാപ്പിയാണ് തൃശ്ശൂർ ഗിൽഡ് കാരണം. എൻ്റെ നാട് തൃശ്ശൂർ, പക്ഷേ എൻ്റെ നാട് വയനാടാണ്. തൃശ്ശൂരിലാണെങ്കിൽ അധികം തൃശ്ശൂർകാരനാണ് ഫ്രീ ഫയർ അടിക്കില്ല. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ അവനപ്പോൾ സംസാരിക്കേണ്ടി വെറുതായിട്ട്. പിന്നെ ഞാൻ നേരെ പിന്നെയും ഭീമാസാക്കിക്ക് വന്നു. നേരെ ഭീമാസാക്കിക്ക് ഇട്ട് ഇപ്പം ചെറിയ ഇവിടെ ഭീമാസാക്കി മറ്റേ സ്ഥലമില്ലേ, അവിടുത്തെ സെൻറ്ററിൽ മറ്റേ പൊക്കണടുത്ത് അവിടെ ഇറങ്ങാൻ നിന്നേ. അവിടെ ആരെ കണ്ടുപോലെയൊക്കെ തോന്നി. സ്ഥലം മാറ്റി ഞാൻ നേരെ പോയി. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് വരാൻ, ഭീമാസാക്കി കയറാൻ. 3 ചത്തില്ലേ. അപ്പോൾ അവനോട് പറഞ്ഞു. അവന്മാരൊക്കെ നേരെ പോയിട്ട് ഇവിടെ പോയി പീക്കി പോയി. നോക്കുമ്പോൾ ആർക്ക് കടി കിട്ടുന്നുണ്ടോ ഗായ്സ്? നമ്മൾ ടീമേറ്റിൻ്റെ കടി കിട്ടുന്നുണ്ട്. പിന്നെ ഓർത്തും നോക്കണ്ട ഗായ്സ്, നമ്മൾ ടീമേറ്റ് ചെയ്താൽ നമ്മൾ ലൂട്ടടിക്കുന്നുണ്ട്. ഇപ്പോൾ ബൈസോണ ഫുഡ് പക്കറാണുള്ളത്. പിന്നെ മറ്റേ ഡബിള് അത് കണ്ടില്ലേ, റിവോൾവർ, പേരൊക്കെ മറന്നുപോയി. നമ്മൾ ടീമേറ്റ് തത്തിട്ട അവൻ പൊക്കൊന്നും അവനപ്പോൾ. നമ്മൾ ഓർഡർ ഉണ്ട്, നേരെ പോകണ്ട നമ്മൾ. എനിക്ക് പിന്നെ ഇവിടെ നിന്നിട്ട് ആരും കാണില്ലാത്ത പീക്ക് തന്നെ പോകാൻ തന്നേരാ. ഒരുത്തവൻ നോക്കായിട്ടാ, മറ്റവനെ നോക്കിയിട്ടാ. എനിക്ക് മിസ്റ്റർ വില്ലൻ നോക്കായിട്ട്. അപ്പം ഞാൻ ഗായ്സ് ഗ്ലൈഡ് ഇട്ടിട്ടാ ഗായ്സ്, ഓൾഡ് നൊസ്റ്റാൾജി. പക്ഷെ ഞാൻ വണ്ടി കളിക്കാറില്ല. എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്, എൻ്റെ ഇക്കാട് അക്കൗണ്ട്. അതിനാ ഗീവ് വരണം ഞങ്ങൾക്ക്. പിന്നെ ഓർത്ത് നോക്കാറില്ല, മിസ്റ്റർ വില്ലൻ പിന്നെ നോക്കായിട്ട്. ആ കില്ലൊക്കെ എടുക്കേണ്ടവർ. എനിക്കിവിടുന്ന് വേഗം പോകണം, എടുക്ക്. ഞാൻ എടുത്ത് ഗായ്സ് എനിക്ക് നേരെ പോകണം. പിന്നെ 80 year old അക്കൗണ്ട്, പക്ഷേ എല്ലാ എലൈറ്റ് പാസ് ഇട്ടിട്ടില്ല. ഒരു 4 എലൈറ്റ് പാസ് സെക്കൻഡിലേക്ക് ഉണ്ട്. ഗിവ് വേണം, അതാ പറഞ്ഞ ഗീവ്. ആ കൂടെ ഗീവ് ആണെങ്കിൽ ഒരു 10K സബ് ഉണ്ടെങ്കിൽ ആൾക്കൊക്കെ ഗീവ് വരാം. നമ്മൾ പിക്കൊക്കെ തിന്നണ്ട ഗായ്സ്. നമുക്ക് ടീമേറ്റിന് ആരും അടിക്കുന്നുണ്ടെന്നുണ്ട്. ഫൂട്ടൊക്കെ അടിക്കണ്ട എല്ലാവർക്കും. അടുത്ത വീട്ടിലെ ഷോർട്ട് വീഡിയോ കാണിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഇത് എടുത്താണ് കില്ല് നോക്കിട്ടില്ലേ, വെറുതെ ഉണ്ടാവേണ്ട. പിന്നെ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഈ ബ്ലഡ് എഫക്റ്റ് എടുത്താന്ന്. പിന്നെ MP5 കുറേ അടിച്ചടിച്ച് ഞാനിപ്പോൾ ലെവൽ 5 ആക്കി. ഇവിടെ ആരെ സ്പോട്ടായിട്ടുണ്ടല്ലോ. ഇതാ ഓടിപ്പോണത്, ആ കള്ളനോട് നോക്കിയതാ. എനിക്കിപ്പോൾ അവനടിക്കുന്നുണ്ട് കേട്ടോ. അവൻ ഓടിപ്പോണത് കണ്ട് ഞാൻ. നമുക്ക് പരമാവധി അടിക്കാൻ നോക്കാം. അതാ പോണത് അടിക്കൂടെ. വട്ട പിടിച്ച കാഴ്ച നമ്മൾ. വെറുതെ ഷോക്ക്. അയ്യോ, ഷോ ഒന്നും പറഞ്ഞ വെറുതെ ആയി. M6ൻ്റെ പട്ട വെള്ളം ഒഴിച്ചൊന്നുണ്ട്. നമ്മളാ പൊക്കും. ടീമിട്ടുണ്ടല്ലോ, ബംഗാളി ബോയ്സാണ്. ഒരു മലയാളിയും ഉണ്ട്. എന്നെ കൊന്നിട്ടാ അവൻ്റെ റിവൈവ് ചെയ്തെന്നുണ്ട്. എന്നെ പൊക്കി. എൻ്റെ പൈതലുണ്ട് കേട്ടോ ഗായ്സ്. ചത്തോറത്ത് കണ്ട് അറിയാൻ പോണ ഗായ്സ്. അവന്മാരെന്നെ അടിക്കുമെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ ക്യാറ്റ് സ്കില്ല് കണ്ടില്ലേ നിങ്ങൾ? നല്ല ബെസ്റ്റ് ക്യാറ്റ് സ്കില്ലാണ്. CS പുഷ് ചെയ്യാൻ പറ്റും, BR പുഷ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം നിനക്ക്. എന്താ ഗായ്സ്,
ടീമോട്ട് ഫയറാണ് ഇതാ കുത്തി പിടിച്ച എങ്ങനെയാണ് കുത്തി പിടിച്ചവനെ കൊന്നു ഒരു ബെഞ്ച് കിട്ടി. എൻ്റെ ലൂട്ടൊക്കെ ഉണ്ടായിരുന്നു 95. അവൻ 2 ചിപ്പൊക്കെ എൻ്റെ 1 ചിപ്പല്ല ഇത് അവൻ്റെ വേറെ MP വേണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്താ പറയാ കട്ടസ്കില്ല പറഞ്ഞത് ഈ എന്നെ അടിക്കുന്നുണ്ട് ഒരാൾ. ഈ വണ്ടി കൊണ്ട് അവൻ്റെ ടീമേറ്റ് മുങ്ങി വണ്ടിയും കൊണ്ട് അവൻ്റെ ടീമേറ്റ് മുങ്ങി. നമുക്ക് അവനെന്നെ കണ്ടില്ലെന്നുണ്ട്. റഷ് അടിക്കുക. എൻ്റെ കേട്ട സ്കിൽ ഇതാണ്ട ലുക്കുവേട്ട മറ്റേ മെഗ്വല് പിന്നെ കെല്ലി പിന്നെ ആക്റ്റീവായിട്ട് ഓടിക്കണം. കുത്തി പിടിച്ചോണ്ടോ ചക്ക ഇട്ടാ കാശ് കഴിവൊന്നല്ല ചക്ക വെട്ടി മോരുള്ളതാണ്. അവൻ്റെ വണ്ടി പൊട്ടിച്ചിട്ടുണ്ട് കാശ്. ബ്ലൂ വാർഡ് കുറവുള്ള പിന്നെ പേടിക്കണ്ട. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് റഷ് അടിച്ച് പോവാണ്. മറ്റേ സ്പീഡ് ട്രെയിൻ ഇനിഹല ദിവസത്ത് പോകണ്ട്. അവൻ ഇവിടെ നിന്ന് മുങ്ങിയെന്ന് കൊണ്ടിട്ട് ഇതാ ഓടി പോണേ. ഇതാ മരത്തിലോട്ടാണ് അവനാണ് നോക്കിട്ട് കില്ലി കുമ്മി. അങ്ങനെ നമുക്ക് 3 ലെട്ടുണ്ട് 1 കില്ലി കുമ്മന്. ഇതാ അവന് M4 3 കാര്യം ഉണ്ടാവുള്ളൂ. ഇതെങ്കിലും 1 ചിപ്പ് പിന്നെ നല്ല സ്കോപ്പ് ഒന്നുമില്ല. മറ്റേ നമുക്ക് ഇട്ട സ്കോപ്പ് ഉണ്ടാവില്ല ചെറുത് പെട്ടി പോത്ത അതാണ് ഇതിലുള്ളത്. അതന്നെ അതാ റൈറ്റിൽ ആരും അടിക്കണ്ടെന്നുണ്ടല്ലോ. അതാ ഇവൻ റഷ് അടിക്കും. ഇവൻ എന്താ ഒളിച്ചിട്ടുണ്ടോ അവിടെ എന്നെ കണ്ടവ എന്നൊക്കെ പതിയെ റഷ് അടിക്കട്ടെ. പതിയെ റഷ് അടിച്ച് പോകുന്നുണ്ട്. ഇവിടെ എന്താ അവനെ കൊന്ന അവൻ്റെ ലൂട്ടടിക്കുക. ഇതാ അവിടെ ആരും കണ്ടല്ലോ. അത് ഗ്രോസ് കിട്ടി മോനെ. കണ്ട ഒരാൾ കണ്ട നിങ്ങൾ കണ്ടോട്ടാ. ഫുൾ റെഡ് ഗായ്സ് ഫുൾ റെഡ്. ഇത് ചക്ക മോനെ. ചക്ക കിട്ടി മോല വീണിട്ട് ആര് ചത്തുന്നുണ്ട് കാര്യമായിട്ട്. ചക്ക അവൻ്റെ അച്ഛനൊക്കെ തിരിച്ചപ്പോക്കാൻ തലക്കടിച്ച പെട്ടെന്ന് ആ രണ്ടിനോടെ കണ്ടില്ലേ. എന്റെ ടീമിന്റെ നോക്കിട്ട് കഴിച്ച് ഇവിടെ ആരും ഉണ്ടല്ലോ ലെസ്യൂരും അടിക്കണ്ടാവ ശബ്ദം കേട്ട്. കണ്ട അടിക്കണ്ട കള്ളൻ. അവന്റെ പൈസ സ്പീഡിയാണോ അവന് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ കണ്ടൊക്കെ അവനെ കൊല്ലാൻ നോക്കണ്ട്. അതിന്റെ ഒരു ചെറിയൊരു സ്റ്റെപ്പായിരിക്കും. ചെറുതായിട്ട് പിങ്ങടിക്കുന്നുണ്ട് ചെറുതായിട്ട് ഗൈസ്. ഞാൻ സംസാരിക്കാണ്ടാവും മറ്റേ ടീമേറ്റിനായിട്ട് തൃശ്ശൂരിക്കിട്ട് ഇതാവൻ പൊക്കുന്നുണ്ട് ഗൈസ്. ടീമേറ്റിൽ അവൻ അടിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞിറങ്ങണ ഗൈസ് പീക്കിൽ. നിങ്ങളത് കണ്ടില്ലേ പീക്കിൻ്റെയോ സെൻറ്ററിലുള്ള വണ്ടി വീടില്ലേ പെട്ടി വീട് 2 നില അത്. ഇവിടെ ആരാ കാണാനില്ല ഗൈസ്. നമുക്ക് പതിയെ ലൂട്ടടിക്കുക. പോയി ഞാൻ പറയട്ടെ നല്ല കോമ്പിനേഷൻ ഉണ്ട്. ഞാൻ പറയട്ടെ കോമ്പിനേഷൻ കിട്ടി കളിച്ചു. ആക്റ്റീവായിട്ട് ഞാൻ കാറ്റഗറി കോമ്പിനേഷൻ പറഞ്ഞു. അതാരടിക്കണ കാശ് തന്നെ ഗ്രൂ ആണോട്ടില്ല കാശ്. പിങ്ങടിക്കണം എന്തോ പറ്റി ടച്ച് കിട്ടുന്നില്ല ഫറോട്ടർ അമർത്തുമ്പോൾ ആവിടില്ല. എൻ്റെ അച്ചൂടി നിങ്ങൾ കണ്ടി ഇതാണ് കേട്ടോ കാശ്. എൻ്റെ അച്ചൂടി ടീമിട്ട് ആരും കാറ്റടിക്കണ്ടല്ലോ. അയ്യോ മറ്റൊന്ന് തത്ത് ടീമിട്ട് 9 നമ്പർ തത്ത് 4 നമ്പർ തത്താ. ഇനി ഞാനും എൻ്റെ മലയാളി കൂട്ടുകാരനുള്ളൂ ഗൈസ്. എന്താ അവസ്ഥ ഇനി പൊക്കാൻ പോണവരെ. എൻ്റെ ഇപ്പോൾ ഗ്ലൈഡറുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഗ്ലൈഡർ പൊക്കാൻ പോരെ. അയ്യോ അവിടെ മുതു ഫൈറ്റാ ഗൈസ്. ചൊറിഞ്ഞാൽ പോയ പള്ള വലിയതുകൊണ്ട് 2 പേരുണ്ട് ഗൈസ്. ഇതാര് പറഞ്ഞങ്ങൾ ഗൈസ്. ഗ്രോസോണ മിസ്സായി. അതൊക്കെ പതിയെ അവന് തൊള്ളയെ പോയി ചാടാം. അതൊക്കെ അപ്പുറത്തേക്ക് ചാടാൻ പറ്റുമോ നിന്നിട്ട് ട്രൈ ചെയ്തൊക്കെയാണ് ഗൈസ്. ചാടക്ക തത്തിയില്ല ഗൈസ്. എത്തൂലെന്നുണ്ട് ചാടിയാൽ. അവൻ അടിക്കുമോ ആ സൈഡിൽ നിന്നിട്ട്. അവൻ പോയാ കൂടെ ഓടി പോയില്ല. ഇപ്പോൾ സൈഡിൽ കൂടെ പിന്നെ കൂടെ അവർ പോയി പോടുന്നുണ്ട്. ആ കൂടെ കാടി കാണുന്നത് നമുക്ക് നേരെ വെക്കാൻ പോയിട്ട് ഒരു കേൾക്കണ്ട. ഇതാകാശ ന്യൂസ് ആയിട്ട് നമുക്ക് മടിക്ക് വെക്കുക. ഒരു നോക്ക് കിട്ടിയോ അവൻ്റെ പട്ട കൊടുക്കും. മറ്റോലാ അടിക്കുന്നത് വേഗം മുങ്ങാൻ വെക്കാം. ഞാൻ മാത്രമുള്ള കാഴ്ച കളിക്കുക. ബാക്കിയുള്ള 3 പേരും പടായി. പിന്നെ 2000 അതോട് നോക്കണോണ്ട് പിന്നെ കുഴപ്പമുണ്ടാവില്ല. അതാ 2500 പിന്നെ സൂപ്പർ റിവേൾ ചെയ്യാം ടീമേറ്റിനെ. സൂപ്പർ റിവേൾ ചെയ്യാൻ പറ്റുള്ളൂ. എത്ര 2ാമത്തെ സോണോ 3ാമത്തെ സോണോ ചെയ്യാൻ പറ്റും. നമുക്ക് 400 ലൊക്കണത്തിൽ റിവ്യൂ ചെയ്യാൻ പറ്റില്ല. സൂപ്പർ റിവ്യൂകൾ ചെയ്യണം. നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ഗിഫ്റ്റ് തരാൻ പറ്റുമോ? വലിയ ഡയമണ്ടാ അല്ലെങ്കിൽ വേറെയുള്ള ഗിഫ്റ്റ് ഞാൻ എൻ്റെ യൂടി കാണിച്ചു തരാം.
നിങ്ങളില്ലേ ഫ്രണ്ട് ആക്കുമ്പോഴില്ലേ നിങ്ങൾ പറയും അയാൾ സബ്സ്ക്രൈബർ എന്ന് പറയും. എന്നുവെച്ചാൽ കമൻറ്റിൽ പറഞ്ഞിട്ട് നിങ്ങൾ പേര് അല്ലെങ്കിൽ ഈ വീഡിയോ ഇട്. ഞാൻ ഫ്രണ്ടാക്കുന്ന ഒരു വീഡിയോ ഇടാം. ഈ ഗ്ലൂ ആണ്ട് പൊട്ടനെ വിളിച്ചിട്ടുണ്ടല്ലോ. ഈ ശേത പൊട്ട അടിയിട്ട സ്ഥലം അറിഞ്ഞിട്ടു ഗ്ലൂ ആട്ട സ്ഥലം വേറെ. എൻ്റെ അച്ചൂടി നിങ്ങൾ കാണാട്ടില്ലേ? ഇതാണ് എൻ്റെ അച്ചൂടി. നമ്മളിവിടെ നിന്ന് പോകാൻ നല്ല അടി കിട്ടുന്നുണ്ട്. ചില ഡാം ആവുന്നുണ്ട് സോണിലൊക്കെ. ഡാൻസ് സോൺ ഇപ്പോൾ ആവും. ഇതാരോ ഓടിപ്പോണ കാര്യം മരത്തിൻ്റെ അവിടെ. ഈ M2 അടിച്ച് നോക്കണേ. അവനെ കൊല്ലണം. വേറെ എവിടെ അടിക്കണ്ടോ ഞാൻ? കള്ളനായി ഉച്ചരിച്ചിട്ടുള്ള കാശ്. ഫുൾ റെഡ്. ഏതാ സാധനം? തോമസനെ കാണാ. തോമസനെ കളിക്കാറില്ല. ടീമിൻ്റെ അടുത്തും പടയില്ല നോക്കായി. സോണിലില്ലാന്ന് കൊണ്ടിട്ടാ. നമ്മളെ ക്യാപ്പിക്ക് അടിയിട്ട് ക്യാപ്പി നോക്കട്ടാ. ഞാൻ ഇപ്പം ചാവേണ്ടതാ. എങ്ങനെ കണ്ട് കുത്തി പിടിച്ച് കൊന്നവനെ. നല്ല അടിയിട്ടി. വെസ്റ്റും പൊട്ടിയല്ലോ. നേരെ വെസ്റ്റ് ശരിയാക്കണം. അതൊക്കെ ഓനെ കൊല്ലണുണ്ടോ? കൊന്ന് 2 കില്ല് KP എത്തിട്ടെ. മലയാളി ചക്കൻ ചത്തിട്ട ഗായ്സ്. എന്നൊക്കെ പരമാവധി ഇവിടെ നിന്ന് അവനെ പോയി വെക്കാണ്ട് നോക്കി നോക്കാം. 2 പേരുള്ളല്ലോടാ. 4 ബംഗാളി പോയി. മറ്റവനവിടെ പീക്കിന് എനിമിസ് കൂടുതലുണ്ടെന്ന് കൊണ്ടിട്ടാ. ശ്രദ്ധിച്ചു പോവാ. എല്ലാവരും ഉണ്ടെങ്കിൽ ഞാനിന്നത്തെ ബംഗാളി മാത്രമേ ഉണ്ടാവുള്ളൂ. ബംഗാളിക്ക് കളിക്കാനും അറിയില്ല. ഇതൊക്കെ എങ്ങനെയെങ്കിലും അടിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ വെറുതെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഒരു എരുമിനുണ്ട്. ഞാൻ കണ്ടില്ല ആദ്യം. പിന്നെ അവനെ ഇത് കണ്ടോട്ടെ. ഈ സാധനങ്ങൾ കണ്ടോട്ടെ. ഇമോട്ടൊക്കെ കണ്ടാ വർത്തണ. അവൻ ടീമേറ്റ് സ്കൈലൈറ്റർ സൈഡിലുണ്ട്. പെണ്ണുമ്പോൾ ഓടി പറഞ്ഞ അടിക്കാൻ ആറില്ലേ. പിന്നെ ഒറിയോളാണ് എനിക്ക് പേടിക്കണ്ട. റഷ് അടിക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോട്ടോ കണ്ടാ ഉള്ളിട്ട് വെച്ചാൽ എല്ലാവരും പറഞ്ഞാണ് ഹാക്കറാന്ന്. എന്നുവെച്ചാൽ ആ തലക്ക് ആ എയിം കിട്ടിയതുകൊണ്ടാണ് അവൻ ചത്തത്. അത് കറക്റ്റ് എയിം കിട്ടിയതുകൊണ്ടാണ്. പിന്നെ ഫയർ ബട്ടൺ കണ്ടില്ലേ? ഗോൾഡൻ കളർ ഇതല്ലേ? അത് മറ്റേ കില്ലിയുടെ പവറുള്ളതുകൊണ്ടാ. M5 എടുക്കുമ്പോൾ കണ്ടോട്ടോ. അവിടെ പരമാവധി മുങ്ങാക്കാം. പിന്നെ M5 എടുക്കാം. ഇതാരെ പോകണ്ട കാശ്. അവനടിക്കണ്ട. വെറുതെ ചൊറിയണ്ട. വെറുതെ നല്ല ചൊറിഞ്ഞാലോ അവനെ വെറുതെ ചൊറിയാലേ. മനസ്സുഖം കിട്ടട്ടെ. ചാവണ്ടെന്ന് അത് ഫസ്റ്റിലെ പിന്നെ പോയിട്ട്. അയ്യോടാ കില്ല് കുമ്മി കള്ളൻ. ബംഗാളി പോയ കില്ല് കുമ്മി. ബംഗാളി പോയി നോക്കട്ടെ ഗായ്സ്. ബ്ലൂ നോക്കട്ടെ. എവിടെ നട്ടിട്ടാ? ഞാൻ കണ്ടില്ല ഗായ്സ്. പൊട്ടത്തരം കാട്ടി. ഓനെ സ്പീഡ് കൊണ്ട് പൊളിച്ചെന്നുണ്ട്. നമ്മളെ മലയാളിയാണ്. ഇതാണ് KPനെ സ്പീഡ് അടിച്ച്. ഇത് ബംഗാളിയുടെ പയ്യെ മാത്രമുള്ള കാശ്. 4-ാം നമ്പർ. അമ്മ മുങ്ങ. അയ്യോ കാശ് ചത്തവൻ. അപ്പം ഇത്രയുള്ള കാശ്. നാളെ കാണാം.